കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്കിലേക്ക്. ജൂലൈ 6-ന് ജില്ലയിലെ ബസ്സുകൾ പണിമുടക്കും. KSRTC സ്ത്രീ സൗജന്യ യാത്രയിൽ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് തീരുമാനം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയതിനെ തുടർന്ന് KSRTC റെഗുലർ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ ഡീസൽ അടിക്കാൻ പോലും പണം ലഭിക്കുന്നില്ലെന്നും മറ്റിടങ്ങളിൽ പ്രതിദിന വരുമാനത്തിൽ 1500 രൂപ മുതൽ 3000 രൂപ വരെ കുറവുണ്ടായെന്നും ബസ്സുടമകൾ പറയുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് കാസർഗോഡ് ജില്ലയിൽ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ജൂലൈ 6-ന് ജില്ലയിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെക്കും. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് സ്വകാര്യ ബസ്സുകളെ ചേർത്ത് പിടിക്കും, സ്വകാര്യ ബസ് വ്യവസ്ഥയെ സംരക്ഷിക്കും എന്ന് പറയും. ഗതാഗത മന്ത്രി പറയും അത് സർവീസായിട്ട് ഞങ്ങൾ കാണും, അത് പൊതുജനങ്ങൾക്കുള്ള സർവീസാണ്, സാധാരണക്കാരുടെ യാത്രാ വാഹനമാണ് എന്നൊക്കെ പറയും. പക്ഷെ എന്ത് പറഞ്ഞാലും ഡീസലിൻ്റെ പൈസയിൽ യാതൊരു മാറ്റവും ഇല്ല. യാത്രക്കാർ കുറഞ്ഞു വരുന്നുണ്ട്, ദിനം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബസ്സിൽ യാത്രക്കാരുള്ളതായി. ഇപ്പോൾ ദിവസം നിർത്തിയിടാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടിയായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്കൊരു ആശ തന്നിട്ടുണ്ട്, ഇപ്പോൾ 50% ടാക്സ് കുറച്ചു പറഞ്ഞിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളെന്ത് തൊഴിലാളി സംഘടനകളടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ 6-ാം തീയതി തിങ്കളാഴ്ച കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. സൗജന്യ യാത്ര വോട്ടർ ID മുഖേന ദിവസം 2 യാത്രയായി പരിമിതപ്പെടുത്തുക. ഇന്റർ സ്റ്റേറ്റ് ടൗൺ ടു ടൗൺ ബസ്സുകളിൽ സൗജന്യം അനുവദിക്കരുത്. തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള വിഹിതം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക. സ്വകാര്യ ബസ് മേഖലയെ വ്യവസായമായി അംഗീകരിക്കുക. സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കുക. പദ്ധതി കേരളത്തിലെ വനിതകൾക്ക് കേരളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുക. ഡീസലിന് 50% സബ്സിഡി അനുവദിക്കുക. സർക്കാർ ജീവനക്കാരായ സ്ത്രീകളെ ഒഴിവാക്കി വിദ്യാർത്ഥികളെയും 65 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷന്മാരെയും മാത്രം സൗജന്യ യാത്രയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ്സുടമകൾ മുന്നോട്ട് വെക്കുന്നത്. പണിമുടക്ക് ദിവസം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. കൈരളി ന്യൂസ്, കാസർഗോഡ്.